ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെഷർ എന്ന് പറയുന്ന W.H. ഡേവിസിൻ്റെ പോയമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. വില്യം ഹെൻറി ഡേവിസ് എന്നാണ് ഫുൾ നെയിം. ഇയാൾ ജനിക്കുന്നത് 1871 ജൂലൈ 3 മരിക്കുന്നത് 1940 സെപ്റ്റംബർ 26 ഇയാളൊരു പോയറ്റാണ്. അറ്റ് ദ സെയിം ടൈം ഇയാളൊരു റൈറ്ററും കൂടിയാണ്. ഏറ്റവും കൂടുതൽ ഇയാളുടെ പോയമിൽ തീംസായിട്ട് യൂസ് ചെയ്യുന്നത് നേച്ചറിനെ കുറിച്ച് തന്നെയാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു കണക്ഷൻ കാണാനായിട്ട് സാധിക്കും. വളരെ പോപ്പുലറായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പോയറ്റ് കൂടിയാണ് W.H. ഡേവിസ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള ലെഷർ എന്ന് പറയുന്ന പോയം ഇയാളുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയം ആണ്. ഈ ഒരു പോയത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു പോയത്തിലും ഇയാൾ പ്രകൃതിനെ കുറിച്ചും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ബന്ധത്തിനെ കുറിച്ചും തന്നെയാണ് ഇതിലും ഈ ഒരു പോയം നമുക്കിപ്പോൾ പഠിക്കാനുള്ള ഒരു കവിതയിലും ഇയാൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കിനി പോയത്തിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ പോയം. ഈ പോയം നമുക്ക് ഫസ്റ്റ് ഒന്ന് വായിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഇയാളുടെ കവിതകൾ ഇയാൾ മെയിൻലി എഴുതിയിട്ടുള്ളത് തന്നെ. സോ നമുക്ക് ഈ ഒരു കവിത ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഓർഡിനറി മാനിന് ഒരുപാട് മനസ്സിലാക്കാനും റിലേറ്റ് ചെയ്യാനും പറ്റുന്ന ടൈപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്രേസസ് ആണ് ഇയാളുടെ പോയമിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ പോയം വായിക്കാം. പോയം ഹെഡിങ് അല്ലെങ്കിൽ ടൈറ്റിൽ ലെഷർ എന്നാണ്. ലെഷർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ലെഷർ ടൈം, ഫ്രീ ടൈം, നമുക്ക് ഒഴിവുള്ള സമയമുണ്ടല്ലോ, അതെന്നാണ് ഇവിടെ മീനിങ് ചെയ്യുന്നത്. ലെഷർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീ ടൈം എന്നുള്ളൊരു മീനിങ് തന്നെയാണ് ഇവിടെയും ഈ ഒരു പോയിറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു പോയം ഫസ്റ്റ് വായിക്കാം. വാട്ട് ഈസ് ദിസ് ലൈഫ് ഇഫ് full of care, we have no time to stand and stare, no time to stand beneath the boughs and stare as long as sheep or cows, no time to see when woods we pass, where squirrels hide their nuts in grass, no time to see in broad daylight streams full of stars like skies at night, no time turn at beauty's glance and watch her feet how they can dance, no time to wait till her mouth can enrich that smile her eyes began. A poor life this if, full of care, we have no time to stand and stare. So ഇതാണ് നമ്മുടെ പോയം. പോയം വായിക്കുമ്പോൾ തന്നെ നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന ലാംഗ്വേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഈ ഒരു പോയം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് 14 ലൈൻസിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. 2 ലൈൻസ് വെച്ചിട്ട് പെയർ ചെയ്തിട്ടാണ് ഓരോ സ്റ്റാൻസയും ഉള്ളത്. ലെഷർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രീ ടൈം എന്നുള്ളൊരു മീനിങ് ആണ് പോയറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നോ ടൈം എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഫ്രേസ്, ഈ പോയത്തിലുള്ള ഒരു സ്പെസിഫിക് വേർഡ്, അത് ഈ ഒരു പോയത്തിൽ ഏകദേശം 6 തവണയോളം പോയറ്റ് റിപ്പീറ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആ പോയം നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു വേർഡാണ് നോ ടൈം ടു എന്നുള്ളൊരു വേർഡ്. ഒരുപാട് തവണ ഈ ഒരു പോയം മൊത്തം ഇയാൾ ഈ ഒരു വേർഡ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇയാൾക്ക് ആ ഒരു മനുഷ്യൻ്റെ സമയമില്ലാത്തൊരവസ്ഥനെ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ അതിനൊരു സ്ട്രെസ്സ് കൊടുത്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ ഒരു വേർഡ് ഒരുപാട് തവണ റിപ്പീറ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ലാംഗ്വേജ്. ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ്. സോ ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്. ഇനി നമുക്ക് പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോയത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാം. സിമ്പിൾ മീനിങ് ആണ് പോയത്തിന് കൊടുത്തിട്ടുള്ളത്. വലിയ ഹെവി മീനിങ്ങോ മനസ്സിലാവാത്ത ടൈപ്പ് മീനിങ്ങോ ഒന്നല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ആണ്. സോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. സോ നമുക്ക് പോയത്തിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുമ്പോൾ ഫസ്റ്റ് ലൈൻസ് നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ദിസ് ലൈഫ് ഈസ് ഫുൾ ഓഫ് കെയർ, വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ, no time to stand beneath the boughs
ആൻഡ് സ്റ്റെയർ ആസ് ലോങ് ആസ് ഷീപ്പ് ഓർ കൗസ്. സോ ഈ ഒരു ലൈൻസ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മീനിങ് ക്ലിയർ ആണ്. ലൈഫ് മൊത്തം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് തിരക്കുകൾ, കുറേ വെറീസ്, ട്രബിൾസ് ഇതൊക്കെ ആണെങ്കിൽ ലൈഫ് ഭയങ്കര ബിസി ആയിരിക്കും. സോ ഇങ്ങനൊരു ബിസി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ നേച്ചറിനെ നോക്കാൻ ഒരു ടൈം കണ്ടെത്തുകയാണെങ്കിൽ അത് ഹ്യൂമൻ ബീയിങ്സിനൊരു റിലീഫാണ് ശരിക്കും. പക്ഷേ ഇന്നത്തെ മോഡേൺ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അങ്ങനൊരു പ്രകൃതിനെ നോക്കാനോ നോക്കി കാണാനോ കുറച്ച് നേരം പ്രകൃതിയിൽ നിൽക്കാനോ ഉള്ള സമയമില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കിയ പോയറ്റ് ഈ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു കാര്യം കാരണത്താൽ ഒരുപാട് വിഷമിച്ചുകൊണ്ടാണ് ഈ ഒരു പോയം എഴുതുന്നത്. ഒരുപാട് വിമർശനങ്ങൾ ഈ ഒരു പോയത്തിൽ ഇയാൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പോലും ഇയാളുടെ ഒരു വിഷമമാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇയാളുടെ ഒരു പെയിൻ, മോഡേൺ മാൻ എത്രത്തോളം പ്രകൃതിയിൽ നിന്നും വിട്ട് മാറി അല്ലെങ്കിൽ അകന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് ഇയാൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇയാളുടെ പെയിൻഫുൾ ആയിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇയാളുടെ ഈ ഒരു അവസ്ഥനെ എക്സ്പ്രസ് ചെയ്യുകയാണ് ഈ ഒരു പോയത്തിലൂടെ ഈ ഒരു പോയറ്റ് ചെയ്യുന്നത്. സോ എത്രത്തോളം ഒരു ലെഷർ ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഓരോ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലൈഫിൽ. ഫ്രീ ടൈം അല്ലെങ്കിൽ ലെഷർ ടൈം എന്ന് പറയുന്നതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, എത്രത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നാണ് ഈ ഒരു പോയത്തിലൂടെ കാണിച്ചു തരുന്നത്. സോ ഈ ഒരു പോയറ്റ് ബിസി ഏർണിങ് ചെയ്യാൻ, പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യുക, ഇതിലെവിടെയും നമ്മൾ പ്രകൃതിക്കായിട്ടോ അല്ലെങ്കിൽ നേച്ചറിന് വേണ്ടിയിട്ടോ ഒരു സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ബ്യൂട്ടി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ബിസി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മോഡേൺ മെന്നിന് സാധിക്കുന്നില്ല എന്നാണ് ഈ ഒരു പോയറ്റ് പറയുന്നത്. പിന്നെ ഇയാൾ മനുഷ്യനെയും പ്രകൃതിനെയും അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള മറ്റനേകം സാധനങ്ങളോട് കമ്പയർ ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഹ്യൂമൻ ബീയിങ്ങിനെയും ഒരു ആനിമൽസിനെയും ഇയാൾ കമ്പയർ ചെയ്തിട്ട് സംസാരിക്കുന്നതാണ്. ഷീപ്സും കൗസും ഒക്കെ എപ്പോഴും പ്രകൃതിയിൽ ജീവിക്കുന്നവയും പ്രകൃതിനെ ഒരുപാട് എൻജോയ് ചെയ്ത് കൊണ്ട് നടക്കുന്നതും ആയിട്ടുള്ള ആനിമൽസാണ്. പക്ഷെ മനുഷ്യൻ ഒരു എനിമലായിട്ട് കൂടി, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ജീവിയല്ലേ, പക്ഷേ ആ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ജീവിയായിട്ട് കൂടിയും അയാൾ ഒരിക്കൽ പോലും നേച്ചറിനെ കാണാനോ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനോ അതിനു വേണ്ടി സമയം ചെലവഴിക്കാനോ ആയിട്ട് തയ്യാറാവുന്നില്ല. അവരവരുടെ വളരെ ബിസി ആയിട്ടുള്ള ആ ഒരു ലൈഫിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഈ മനുഷ്യന്മാർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കവിത എഴുതിയിട്ടുള്ള W.H. ഡേവിസ് ഇവിടെ മനുഷ്യനെയും മൃഗത്തെയും കമ്പയർ ചെയ്തിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു പോയം നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് VWE എന്നുള്ള ആ ഒരു വേർഡ് ഒരുപാട് തവണ റിപ്പീറ്റ് ആവുന്നുണ്ട്. ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രേസ് റെഫർ ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സിനെയാണ്, നമ്മളെ തന്നെയാണ്. അതായത് വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിന്ന് പ്രകൃതിനെ കാണുക എന്നുള്ളൊരു കാര്യം, എവിടെയെങ്കിലും നിന്ന് നോക്കി നിൽക്കുക, പ്രകൃതിനെ നോക്കി നിൽക്കുക എന്നുള്ള ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അത്തരം ഒരു ഫീലിങ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി, നമുക്കില്ല, മനുഷ്യന്മാർക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥേനൊക്കെ ഈ ഒരു പോയറ്റ് വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വിഷമമാണ് ഇയാളുടെ പോയത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റാൻസയിൽ പറയുന്ന ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് പോവുകയാണെങ്കിൽ, നോ ടൈം ടു സീ വെൻ വുഡ്സ് വി പാസ് വെർ സ്ക്വിറൽസ് ഹൈഡ് ദെയർ നട്ട്സ് ഇൻ ഗ്രാസ്. സോ ഇവിടെ പ്രകൃതിയിൽ നടക്കുന്ന ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇയാളുടെ പോയത്തിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ മൃഗങ്ങൾ എത്രത്തോളം ഈ ഒരു പോയറ്റ് എത്രത്തോളം പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമുക്ക് ഈ ഒരു ലൈൻസ് വായിച്ചാൽ മനസ്സിലാവും. സ്ക്വിറൽസ് എന്ന് പറഞ്ഞാൽ
അണ്ണാർക്കണ്ണൻ, ചെറിയ സ്ക്വിരൽസൊക്കെ അവരുടെ നട്ട്സ് കഴിക്കാനുള്ള ഭക്ഷണം ഗ്രാസുകളിൽ ഒളിപ്പിച്ച് വെക്കുന്നതൊക്കെ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് നോക്കി നിന്നാൽ നമുക്ക് മനസ്സിന് ഭയങ്കര ശാന്തത ലഭിക്കുന്ന തരം കാഴ്ചകളാണെങ്കിൽ കൂടി അതുപോലും നോക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനോ ഒന്നും നേരമില്ലാത്തൊരു മനുഷ്യരാണ് ഇപ്പോൾ ഉള്ള മനുഷ്യർ. അതായത് മോഡേൺ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഇത്തരം കാഴ്ചകളൊന്നും കാണുകയോ അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാനോ തയ്യാറായിട്ടുള്ള മനുഷ്യരല്ല എന്ന് കൂടിയിട്ടാണ് ഈ ഒരു പോയിന്റ് കാണിക്കുന്നത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നോ ടൈം ടു എന്നുള്ള ആ ഒരു ഫ്രേസ് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. സോ ഈ ഒരു ലൈൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വേർഡ് റിപ്പീറ്റ് ആവുന്നത് കാണാൻ പറ്റും. നോ ടൈം ടു സീ വെൻ വുഡ്സ് വി പാസ്, അതായത് നമ്മൾ കാടുകളിലൂടെ അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയിലൂടെ നടന്നു പോകുമ്പോൾ സ്ക്വിരൽസ്, ചെറിയ ചെറിയ ജീവികൾ അവരുടെ ഫുഡ് ഗ്രാസുകളിലും മറ്റും പുല്ലിൻ്റെ ഇടയിലൊക്കെ ഒളിപ്പിച്ച് വെക്കുക. അതായത് അവരതൊരു കളി തമാശ പോലെ കാണിക്കുന്നത് പോലും കാണാനോ അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയോ മെൻറ്റാലിറ്റിയോ ഉള്ള മനുഷ്യന്മാരല്ല ഇപ്പോൾ എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ലൈൻസ് നോക്കുമ്പോൾ ഇവിടെ ഹെർ ഫീറ്റ് ദേ ക്യാൻ ഡാൻസ് എന്നുള്ള പലതരം ഫ്രേസുകൾ നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ എങ്ങനെയാണ് ഹെർ ഫീറ്റ്, അവളുടെ പാദങ്ങൾ, ഡാൻസ് എന്ന് പറഞ്ഞാൽ നൃത്തം, ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നോട്ടം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇത്തരം വേർഡ്സൊക്കെ ഹ്യൂമൻ ബീയിങ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വേർഡ്സാണ്. അഥവാ ഒരു മനുഷ്യനുണ്ടാവുന്ന മനുഷ്യനോട് അടുത്ത് കിടക്കുന്ന അവരുടെ ഇമോഷൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ എക്സ്പ്രഷനാണ് ഈ ഡാൻസ്, ഗ്ലാൻസ്, ഫീറ്റ്. ഇതൊക്കെ മനുഷ്യൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഒരിക്കലും ഇതൊരു നേച്ചറിന് ഉണ്ടാവില്ല. നേച്ചർ എന്ന് പറയുമ്പോൾ ജീവനില്ലാത്തൊരു വസ്തുവല്ലേ. ജീവനില്ലാത്ത വസ്തുവിന് കാലില്ല, കണ്ണില്ല, ഡാൻസ് കളിക്കാൻ കഴിവില്ല. പക്ഷെ ഇവിടെ എന്തിനാണ് ഈ ഒരു പോയറ്റ് ഇത്തരം വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ളത്? ഇവിടെയാണ് പോയറ്റിൻ്റെ നല്ലൊരു കഴിവായിട്ടുള്ള പോയറ്റിക് ഡിവൈസുകൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ഇവിടെ പോയറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ജീവനില്ലാത്തൊരു വസ്തുവിന് മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുവിൻ്റെ പല സവിശേഷതകൾ അല്ലെങ്കിൽ മനുഷ്യന്മാർക്കുള്ള കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻ ജീവനില്ലാത്തൊരു വസ്തുവിന് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് പേഴ്സോണിഫിക്കേഷൻ. സോ ഇവിടെ ഈ ഒരു പോയറ്റ് യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസാണ് പേഴ്സോണിഫിക്കേഷൻ. നേച്ചറിനെ ഈ ഒരു പോയറ്റ് ഒരു ഗേളായിട്ട് കാണാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ രൂപം, അതിലാണ് ഈ ഒരു പേഴ്സോണിഫൈ ചെയ്തിട്ട് ഈ ഒരു പോയറ്റ് ഈ ഒരു പോയത്തിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇയാൾ ഇവിടെ നോ ടൈം ടു ടേൺ അറ്റ് ബ്യൂട്ടീസ് ഗ്ലാൻസ് ആൻഡ് വാച്ച് ഹെർ ഫീറ്റ്, അവളുടെ കാൽപാദങ്ങൾ കാണാനോ അവളുടെ നൃത്തം കാണാനോ ആളുകൾക്ക് സമയമില്ല. അവളുടെ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നേച്ചറിനെയാണ്. സോ അതാണ് ഇവിടെ പേഴ്സോണിഫിക്കേഷനായിട്ട് വരുന്നത്. ആളുകൾക്ക് അവളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാൻസിങ് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ ടോളായിട്ടുള്ള ട്രീസ് കാറ്റത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ ജസ്റ്റ് ഒരു ഡാൻസിങ് സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് ആയിട്ടും റിസെമ്പിൾ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പോയറ്റ് അതിനെ ഒരു പേഴ്സോണിഫൈ ചെയ്തിട്ട് പറയുന്നത്. മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ മോഡേൺ യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഡാൻസുകളൊന്നും കാണാനുള്ള സമയമില്ല, അല്ലെങ്കിൽ അതിനൊന്നുമുള്ളൊരു ടൈം അവർക്കില്ല. നോ ടൈം ടു ടേൺ, അല്ലെങ്കിൽ ഈ ഒരു ഡാൻസിലോട്ട് തിരിഞ്ഞു നിന്ന് അതിനെ കാണാനോ അല്ലെങ്കിൽ അവളുടെ കാൽപാദം കാണാനോ ഇതിനൊന്നുള്ള നേരം ഈ ഒരു മനുഷ്യന്മാർക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഒരു സ്റ്റാൻസയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് പോവുകയാണെങ്കിൽ നോ ടൈം ടു വെയിറ്റ് ടിൽ ഹെർ മൗത്ത് ക്യാൻ എൻറിച്ച് ദാറ്റ് സ്മൈൽസ് ഹെർ ഐസ് ബിഗാൻ ആൻഡ് പുവർ ലൈഫ് ദിസ് ഈസ് ഫുൾ ഓഫ് കെയർ വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് ഷെയർ. സോ ഈ ഒരു പോയറ്റ് പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ പ്രകൃതിയുടെ കണ്ണിൽ തെളിയുന്ന പുഞ്ചിരി, ഈ പുഞ്ചിരി എന്നൊക്കെ പറയുന്നത് ഒരു ഹ്യൂമണിന് മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഹ്യൂമണിൻ്റെ ക്വാളിറ്റീസ് ഹ്യൂമൺ അല്ലാത്ത അല്ലെങ്കിൽ ലിവിങ് തിങ്സ് അല്ലാത്ത ഒരു സാധനത്തിന് ഇട്ട് കൊടുത്തുകൊണ്ടാണ് പോയറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു പ്രകൃതിയുടെ കണ്ണിൽ തെളിയുന്ന ആ ഒരു പുഞ്ചിരി അത് കാണാനോ അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിനെ ആസ്വദിക്കാനോ പോലും സമയം കിട്ടാത്ത തരം ബിസി ലൈഫ് ലീഡ് ചെയ്യുന്നൊരു മനുഷ്യനാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇങ്ങനത്തെ
ചിന്തകളിൽ മുഴുകി എപ്പോഴും തിരക്കുകളിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷം പോലും ശാന്തമല്ലാത്ത മനസ്സുള്ള മനുഷ്യന്മാരാണെങ്കിൽ അവരുടെ ലൈഫിൽ അവരെപ്പോഴും ദരിദ്രരായിരിക്കും, അല്ലെങ്കിൽ വളരെ ദയനീയരായിരിക്കും. അവർ ലൈഫിൻ്റെ ബ്യൂട്ടിയോ ചുറ്റുമുള്ള അവരുടെ ലൈഫോ കാണാനായിട്ട് സമയം കൊടുക്കാത്ത അത്രയും ദയനീയരായിട്ടുള്ള മനുഷ്യരായിരിക്കും അവർ എന്നാണ് ഈ ഒരു പോയറ്റ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പോയത്തിലൂടെ വിമർശിക്കുന്നത്. ഇത്തരം ബിസി ആയിട്ടുള്ള പ്രകൃതിയിലേക്ക് ഒട്ടും നോക്കാനോ പ്രകൃതിനെ കെയർ ചെയ്യാനോ തയ്യാറാവാത്ത മനുഷ്യരെ വിമർശിച്ചുകൊണ്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. സോ പ്രകൃതിയിലേക്ക് നോക്കാത്ത, അല്ലെങ്കിൽ പ്രകൃതിയിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലെങ്കിൽ സൗന്ദര്യങ്ങളെയും സന്തോഷിക്കാതെ അല്ലെങ്കിൽ ആസ്വദിക്കാതെ പോകുന്ന ഈ ഒരു ജീവിതം സത്യത്തിൽ ദയനീയം എന്ന് പറഞ്ഞാൽ അത്രയും ശൂന്യമായൊരു അവസ്ഥയാണ്. ജീവിതത്തിൻ്റെ യഥാർത്ഥ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ നിമിഷങ്ങൾ ആസ്വദിക്കലിലൂടെയാണ്. ഇവിടെ ഇന്നത്തെ മനുഷ്യർ ആ ഒരു ചെറിയ നിമിഷങ്ങളിൽ ഒട്ടും കെയർ ആവുന്നില്ല. അവരുടെ ബിസി ആയിട്ടുള്ള ലൈഫിൽ മാത്രം ഫിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവിടെ മാത്രം